ജോസഫ് ജോർജ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഫുട്ബോൾ കമന്റേറ്ററും ഫുട്ബോൾ നിരീക്ഷകനും. ജോസഫ്, സ്വാഗതം ഫുട്ബോളത്തിലേക്ക്. ഈ ലോകകപ്പ് അങ്ങനെ 48 ടീമുകളിൽ നിന്നും ചുരുങ്ങി ഏറ്റവും ഒടുവിലത്തെ 8 പേരിലേക്ക് എത്തി. ഇനി ഇത് 4 ചുരുങ്ങും. ഏറ്റവും ഒടുവിൽ 2 പേരിലേക്ക് എത്തും. 2 പേരിൽ ഒരാൾ ലോക കിരീടം ഉയർത്തുകയും ചെയ്യും. ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, യൂറോപ്യൻ ടീമുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു മേധാവിത്വം ലഭിക്കുന്നു എന്നുള്ളതാണ്. 6 രാജ്യങ്ങളാണ് യൂറോപ്പിൽ നിന്ന് ഇടം പിടിച്ചത്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോ മാത്രം, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കോൺമിബോളിൽ നിന്ന് അർജന്റീന മാത്രം. അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പാണ്. യൂറോപ്യൻ ഒരു കരുത്ത് എന്തുകൊണ്ടായിരിക്കാം? ഇത് ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് യൂറോപ്പിന്റെ വെളിയിൽ നടക്കുന്ന, യൂറോപ്പിന്റെ പുറത്ത് നടക്കുന്ന ഒരു ലോകകപ്പിൽ ഇത്രയധികം യൂറോപ്യൻ മേധാവിത്വം ഉണ്ടാവുന്നത്. ശരിക്കും യൂറോപ്പിന്റെ പുറത്ത് 2014 ജർമ്മനി ജയിച്ചത് മാത്രമേ ഒരു യൂറോപ്യൻ ടീമിന് പുറത്തു പോയി ജയിച്ചത് അവകാശപ്പെടാനുള്ളത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിന് പുറത്താണെങ്കിൽ പൊതുവെ അവിടെ ഒരു ബ്രസീൽ, അർജന്റീന, അല്ലെങ്കിൽ പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറുഗ്വേ, അങ്ങനെ ഒരു ഡൊമിനേഷനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. പൊതുവെ യൂറോപ്യൻസ് പുറത്തു പോയാൽ അഡാപ്റ്റ് ചെയ്യാൻ പാടുപെടും എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ഒരു പ്രധാന തത്വം. പക്ഷേ ഇത്തവണ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വാർട്ടറിൽ പ്രതീക്ഷിച്ച 2 ടീമുകളെ പുറത്താക്കിയത് യൂറോപ്യൻസ് ആണ്. ബ്രസീലിനെ നോർവേ തോൽപ്പിച്ചു, അതുപോലെ കൊളംബിയയെ സ്വിറ്റ്സർലൻഡ് തോൽപ്പിച്ചു. ഞാൻ റൗണ്ട് ഓഫ് 16 കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പും നമ്മൾ പ്രതീക്ഷിച്ച ടീമുകളൊക്കെ പുറത്തായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്പിന്റെ ആ ഒരു ഡൊമിനേഷനിൽ അവർ തന്നെ ആണ് അവരുടെ വഴി തെളിച്ച് വന്നത്. ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തി അവരെ പിന്തള്ളിയാണ് വന്നത്. ശരിക്കും റൗണ്ട് ഓഫ് 16 കളിച്ച് പുറത്തായതിൽ മെക്സിക്കോ നല്ല അത്യുഗ്രൻ കളി കളിച്ചു എന്ന് പറയാം. അവരുടെ ടൂർണമെന്റിൽ ഉടനീളം നല്ല പെർഫോമൻസ് ആയിരുന്നു. റൗണ്ട് ഓഫ് 16 അവർക്ക് ഇംഗ്ലണ്ട് പോലൊരു കരുത്തരായ ടീം വന്നപ്പോൾ അവർക്ക് ഒഴുക്കിനെതിരെ ഗോൾ നേടാനും ആ കളി പിടിച്ചു നിർത്താനും പറ്റിയത് കൊണ്ട് ഇംഗ്ലണ്ടും അങ്ങനെ അവരുടെ ആ ഒരു യൂറോപ്യൻ മേധാവിത്വം അവിടെ കാണിക്കാൻ സാധിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ഒരു യൂറോപ്യൻ ടീം എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. പ്രത്യേകിച്ചും ഫ്രാൻസ് കളിക്കുന്ന ആ ഒരു ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അടുത്തെങ്ങും ആരും എത്തുന്നില്ല. അതാണ് ഈ ലോകകപ്പിന്റെ ഒരു ഉള്ളടക്കം. യൂറോപ്യൻ ഡൊമിനേഷൻ അവർ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ജോസഫ്, നമ്മൾ ഓരോരോ മത്സരങ്ങളിലേക്ക് എത്തുകയാണ്. ആദ്യം ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണല്ലോ പോരാട്ടം. ഈ ഫ്രാൻസ് മൊറോക്കോ പോരാട്ടത്തിൽ അത് ആഫ്രിക്കയുടെ ഏക പ്രതിനിധിയാണ് മൊറോക്കോ. മാത്രമല്ല മറ്റ് ആഫ്രിക്കൻ ടീമുകളേക്കാൾ മൊറോക്കോയുടെ ഒരു സ്പെഷ്യാലിറ്റി, അവർ ഗംഭീരമായി അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഡിഫൻസിനൊപ്പം തന്നെ അറ്റാക്കിലും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അഷ്റഫ് ഹക്കീമിയുടെ ടീമിന്. അപ്പോൾ പക്ഷെ ഫ്രാൻസ് അവർ ക്ലിനിക്കലാണ്. ഫ്രാൻസിന് മൊറോക്കോ ഒരു ഈസി ആകുമോ? ഫ്രാൻസിനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളിൽ നമ്മൾ കരുതേണ്ടത് മൊറോക്കോയാണ്, കാരണം അവരുടെ കളി രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. മൊറോക്കോ ഒരു ശക്തരായ എതിരാളികളാണ് ഫ്രാൻസിന്. അതുപോലെ മൊറോക്കോയ്ക്ക് പകരവും ചോദിക്കാനുണ്ട്. 2022 ലോകകപ്പിൽ അവർ സെമിയിൽ വരെ എത്തിയപ്പോൾ അതൊരു ചരിത്ര നേട്ടമായിരുന്നു. അവർ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു കുതിപ്പ് നടത്തുന്നത്. അന്ന് ഫ്രാൻസിനോടാണ് അവർ പരാജയപ്പെട്ടത്. അപ്പോൾ അതിനൊക്കെ പകരം ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മൊറോക്കോയ്ക്ക്. പക്ഷെ മൊറോക്കോയുടെ മെയിൻ സ്ട്രൈക്കർ ഇസ്മായിൽ സായ്ബാരി കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് മൂലം പിൻവാങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട് സെമിയിൽ. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അഷ്റഫ് ഹക്കീമിയും ബ്രാഹിം ഡിയസും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ആക്രമണത്തിന്റെ കുന്തമനയായിരുന്ന സായ്ബാരി ഇല്ലാത്ത ഒരു ക്ഷീണം ചെയ്യും. എന്നാൽ അതിന് പകരം എങ്ങനെയാണ് ആൾക്കാർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് കാനഡയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ വ്യക്തമായി കണ്ടു. ആ മത്സരത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പകുതിയിൽ നന്നായി കളിച്ചത് കാനഡയാണ്. കാനഡ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ പോലെ വളരെ അറ്റാക്കിംഗ് ആയി, വളരെ അഗ്രസീവായി ഹൈ പ്രസ്സിലൂടെ, ജെസെ മാർഷിന്റെ ഒരു പ്രത്യേകതയാണ്, അതുപോലെ നന്നായി ഒട്ടും സ്പേസ് കൊടുക്കാതെയാണ് ആദ്യ പകുതിയിൽ കളിച്ചത്. പക്ഷേ അത്ര കനത്ത ആക്രമണം പിടിച്ചു നിന്ന് അവരത് അതിജീവിച്ചതിന് ശേഷം 2ാം പകുതിയിൽ കളി വരുതിയിലാക്കുകയായിരുന്നു. അപ്പോൾ മൊറോക്കോയെ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവർക്ക് ആക്രമിക്കാൻ മാത്രമല്ല പ്രതിരോധിക്കാനും അറിയാം. അതിനനുസരിച്ച് കളി എങ്ങനെയാണോ എതിരാളികൾ അതിനനുസരിച്ച് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ അറിയാം. ഏറ്റവും നല്ല ആഫ്രിക്കൻ ടീം എന്ന് നിസ്സംശയം പറയാം. അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ 4 തവണ മൊറോക്കോ ഈ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചേക്കുന്ന ഒരു ആഫ്രിക്കൻ ടീം നോക്കുകയാണെങ്കിൽ ബാക്കി മൊത്തം എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും കൂടെ 4 തവണ എത്തിയിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ള മൊത്തം ആഫ്രിക്കയ്ക്ക് തുല്യമാണോ മൊറോക്കോ എന്നുള്ളത് കണക്കുകൾ കൊണ്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ അവരുടെ തുടർച്ചയായ പെർഫോമൻസ്, ഇപ്പം ഈ വേൾഡ് കപ്പിലെ നല്ല അടിപൊളി പെർഫോമൻസ് കഴിഞ്ഞ വേൾഡ് കപ്പിലും അതെ, നല്ലൊരു ടീമാണ്, നല്ലൊരു യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊറോക്കോയ്ക്ക് നല്ല സാധ്യതകളുണ്ട്. ഫ്രാൻസ് ഈ ലോകകപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം നോർവേയുമായിട്ടുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ നോർവേ സെക്കൻഡ് സ്ട്രിംഗ് ലൈനപ്പിനെ കൊണ്ടാണ് കളിച്ചത്. അത്രയൊരു പരീക്ഷണം ഉണ്ടായിരുന്നില്ല. അവരുടെ റൗണ്ട് ഓഫ് 16 നോക്കുവാണെങ്കിൽ പരാഗ്വേക്കെതിരെയായിരുന്നു.
അതൊരു ഫിസിക്കൽ ബാറ്റിലായിരുന്നു, അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പിക്ചർ ആയിരുന്നു. അപ്പൊ ഫ്രാൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൂസ്ഡ് ടീമാണ്. അവര് നന്നായിട്ട് വെള്ളം കുടിപ്പിച്ച എതിരാളികളെ മറികടന്നിട്ടാണ് വരുന്നത്. ശരിക്കും ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാത്രമല്ലായിരുന്നു അവർക്ക് ആ മത്സരത്തിൽ കളിക്കേണ്ടിയിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഫ്രാൻസ് ഒരു ഏറ്റവും മികച്ച യൂണിറ്റ് ആണ് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഫ്രാൻസിനാണ്. അവരുടെ അറ്റാക്ക് നോക്കുക, എംബാപ്പെ, ഡെംബലെ, അതുപോലെ തന്നെ ഒലിസെ, ഈ 3 പേരും അത്യുഗ്രൻ പ്രകടനമാണ്. ഇനി 4ാമത്തെ റോളിൽ വരുന്നത് ബാർക്കോളെ ആയിക്കോട്ടെ, ഡുവെ ആയിക്കോട്ടെ, ഇവരിൽ ആരായാലും അതും നന്നായിട്ട് തന്നെ ഇവരോട് ജെല്ലായി പോകുന്നുണ്ട്. അതോ എതിരാളികൾക്ക് അനുസരിച്ച് ദശാംശ മാറ്റവും വരുത്തുന്നുണ്ട്. അപ്പൊ അവരുടെ അറ്റാക്കിംഗ് ഫോഴ്സിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ പാടാണ്. കളിയിൽ അത്ര നന്നായി കളിച്ചില്ലെങ്കിൽ അവർക്ക് ഗോൾ അടിക്കാൻ പറ്റും. മധ്യനിരയും നല്ലതാണ്, ഷ്വാമിനെ നയിക്കുന്ന മധ്യനിര. ഡിഫൻസിൽ സെന്റർ ബാക്സിലാണ് ഒരു ചെറിയൊരു വീക്ക് ലിങ്ക് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള താരങ്ങളാണ്, പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് അവർക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ മൊറോക്കോ പോലെ ഇടിച്ചു കളിക്കുന്ന ഒരു ടീമിനെതിരെ ഇടിച്ചു കളിക്കാൻ പ്രാപ്തനാണ് ഉപമെക്കാനോയും കൂട്ടരും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളൊരു ഇതുണ്ട്. പിന്നെ ഗോൾ കീപ്പർ മൈനോൻ വളരെ മനോഹരമായിട്ട് തന്നെ ഹ്യൂഗോ ലോറിസിന്റെ പിൻഗാമി എന്ന് അവകാശപ്പെടാം. അദ്ദേഹവും കാലുകൊണ്ട് കളിക്കാൻ വിദഗ്ധനാണ്. ഫ്രാൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികൾ ആക്രമിക്കുമ്പോൾ അതിനെ ഒരു പ്രത്യാക്രമണമായി ബിൽഡ് ചെയ്യുന്ന ഗോൾ കീപ്പറിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശൈലി ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചും പരാഗ്വേക്കെതിരെയുള്ള കളി നമുക്ക് കാണിച്ചു തന്നത് ഫ്രാൻസ് ഏത് തരത്തിലുള്ള ചലഞ്ചിലും റെഡിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. മൊറോക്കോ എന്ന ആഫ്രിക്കൻ ശക്തിക്ക് അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കേണ്ടി വരും ഫ്രാൻസിനെ മറികടക്കണമെങ്കിൽ. ഫ്രാൻസ് തന്നെയാണ് ഫേവറേറ്റ്സ്. റൈറ്റ്. ഇനി 2ാമത്തെ ക്വാർട്ടർ ഫൈനലിലേക്ക് അവിടെ സ്പെയിനും ബെൽജിയവുമാണ്, 2 യൂറോപ്യൻ ശക്തികളാണ് ഏറ്റുമുട്ടുന്നത്. സ്പെയിൻ ബെൽജിയം പോരാട്ടം, അതിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? സ്പെയിനിന്റെ ഇതുവരെയുള്ള പ്രകടനവും ബെൽജിയത്തിന്റെ ആ ഒരു നോക്കൌട്ടിലേക്ക് എത്തിയപ്പോഴുള്ള ആ ഒരു മികവും ഒക്കെ കണക്കാക്കുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ റൗണ്ട് ഓഫ് 16 മാച്ച് പോലെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നു. സ്പെയിൻ പോർച്ചുഗൽ റൗണ്ട് ഓഫ് 16 മത്സരമായിരുന്നു ഒരു കാണാൻ അത്ര സുഖമില്ലാത്തൊരു മത്സരം. ഒരു തണുപ്പൻ മട്ടിലായി പോയി. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ടീമുകളാണ് കളിച്ചത്. ശരിക്കും ബോക്സിൽ എത്തിയാൽ പോലും ലമീൻ യമാലിനെ ന്യൂനോ മെൻഡസ് എങ്ങനെ പിടിച്ചു നിർത്തിയോ, എങ്ങനെ തടഞ്ഞോ, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് മൊത്തം പോയി. ലാസ്റ്റ് ന്യൂനോ മെൻഡസ് പരിക്ക് കയറ്റി പിന്മാറിയിട്ട് പോലും ഒരു ടേക്ക് ഓൺ, ഒരു ഡ്രിബിൾ അറ്റംപ്റ്റ് നടത്തുന്നത് നമ്മൾ കണ്ടില്ല. അതിന് മുമ്പത്തെ ഡ്രിബിളുകളൊക്കെ പരാജയപ്പെട്ടതായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാധിച്ചതും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്ന കണ്ടില്ല. ഫസ്റ്റ് ടൈം ഷോട്ട് എടുത്തത് 91-ാം മിനിറ്റിലാണ് മിക്കേൽ മെറീനോ വന്നപ്പോൾ. കാരണം അദ്ദേഹത്തിന് അതുവരെ ഉള്ള ബാഗേജ് ഒന്നും ഇല്ല. സൂപ്പർ സബായി വന്ന വഴി തന്നെ അടിച്ചു, അത് ഗോളായി. അതിന് മുമ്പുള്ളതെല്ലാം നോക്കുവാണെങ്കിൽ അത് പന്ത് പരിധിയിലാക്കി ഉറപ്പ് വരുത്തി ഫസ്റ്റ് ടച്ച് എടുത്ത് കൺട്രോൾ ചെയ്ത് സെക്കൻഡ് ടച്ച് എടുത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു നയമാണ് സ്പെയിൻ സ്വീകരിച്ചത് ആ മത്സരത്തിൽ. അത് പോർച്ചുഗൽ അതുപോലെ തന്നെ. എന്തുകൊണ്ടാണ് പോർച്ചുഗൽ അങ്ങനെ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ മിഡ്ഫീൽഡേഴ്സ് ഒക്കെ അത്രയും സമയം എന്തുകൊണ്ട് എടുത്തു? അവർ സ്പെയിനിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാക്കിയില്ലേ എന്നാണ് ആ മത്സരം കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ ആവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട് സ്പെയിൻ ബെൽജിയം, പ്രത്യേകിച്ച് 2 യൂറോപ്യൻ ടീമുകൾ, കുറച്ചുകൂടെ പൊസഷൻ വെച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന 2 ടീമുകൾ. അങ്ങനെ നോക്കുമ്പോൾ അതും ആ ഒരു പാറ്റേണിൽ പോയാലും അത്ഭുതപ്പെടാനില്ല. സ്പെയിനാണ് കുറച്ചുകൂടെ വെൽ റൗണ്ടഡ് ടീം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗോൾ അടിക്കുന്നതിലൊരു പ്രശ്നം അവർക്കുണ്ട്. അപ്പോൾ ആ ഗോളടി എന്നുള്ള ആര് ഗോൾ അടിക്കും എന്നുള്ള ചോദ്യം. ഒയർസബാൽ 4 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പൊതുവെ വീക്ക് ടീമുകൾക്കെതിരെയാണ് അടിച്ചേക്കുന്നത് എന്നുള്ളൊരു വസ്തുതയും കൂടി ഉണ്ട്. ആദ്യത്തെ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു 10-25 മിനിറ്റ് ബോൾ തൊട്ടുപോലുമില്ല. ഒയർസബാൽ ബാക്കി നമ്മളിപ്പോൾ ഈ ഗോൾഡൻ ബൂട്ട് റേസിലുള്ള സ്ട്രൈക്കർമാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഗണത്തിൽ പരിഗണിക്കാൻ പറ്റിയ ഒരാളല്ല. അങ്ങനെ ഉള്ളൊരു പരിമിതി സ്പെയിനിന് അവിടെ അറ്റാക്കിലുണ്ട്. സ്പെയിനിന്റെ ഫുൾ ബാക്കുകൾ 2 പേരെ എടുത്തു പറയണം. പെഡ്രോ പോറോയും മാർക്ക് ഒക്കുറയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ അറ്റാക്കിനെയും. അതുപോലെ സെന്റർ ബാക്കിൽ ഒരു സ്റ്റേബിൾ പാർട്ണർഷിപ്പായി കുബാർസി ആൻഡ് ലപ്പോട്ടെ, ഗോൾ കീപ്പർ ഉണായ് സിമോൺ. അപ്പോൾ ഡിഫൻസ് നോക്കുമ്പോൾ ഇവർ 5 പേരും, അതോടെ മുമ്പിൽ ഷീൽഡ് ആയിട്ട് റോഡ്രി. അപ്പോൾ ഡിഫൻസ് ഒരു വെൽ സൈക്കിൾഡ് യൂണിറ്റ് ആണ്. ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം അവർ എത്രയും പെട്ടെന്ന് പന്ത് റീസൈക്കിൾ ചെയ്താൽ അവർ നന്നായിട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത്. അപ്പോൾ സ്പെയിനിന്റെ ഡിഫൻസ് ആണ് അവരുടെ ശക്തി. അറ്റാക്കിൽ ഒരു ദൗർബല്യമുണ്ട്. ഗോൾ എങ്ങനെ വരുമെന്നുള്ളത് അവർക്ക് കാരണം. പക്ഷെ അവർക്ക് മത്സരം എത്ര മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. കാരണം അവർ അധികം ടയേർഡ് ആവില്ല. പന്ത് കൂടുതലും പൊസിഷൻ വെച്ച് കളിക്കുന്നത് കൊണ്ടും പന്ത് പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് കൊണ്ടും അവരധികം ടയേർഡ് ആവില്ല. അതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ എത്ര നേരം വേണേലും കളിക്കാൻ. എതിരാളികൾ ബെൽജിയം നോക്കുകയാണെങ്കിൽ ബെൽജിയത്തിന്റെ കാര്യത്തിൽ ഡി കെറ്റ്ലാരെ ഗോൾ അടിച്ചു, കഴിഞ്ഞ മത്സരത്തിൽ 2 അടിച്ചു, ഒരു അസിസ്റ്റ്. അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. ഇതുവരെ എല്ലാ വേൾഡ് കപ്പിലും ഇതിനു മുമ്പത്തെ ഗോൾഡൻ ജനറേഷന് പോലും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു തലമുറയിൽ നമ്മൾ കാണുന്നത്. ഈ തവണ നന്നായിട്ട് തന്നെ അവർ കളിക്കുന്നു, അവർ ഗോളുകൾ അടിക്കുന്നു.
USA അടിച്ച ഗോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും ചാടി വീഴാൻ തയ്യാറാണ്. എതിരാളികളുടെ പിഴവിന് വേണ്ടി കാത്തിരിക്കുന്നു, അതിലേക്ക് ചാടി വീഴുന്നു. പകരക്കാരനായി വന്ന് ലുക്കാക്കുവും ഗോൾ അടിക്കുന്നു. അപ്പോൾ കൊണ്ട് കളി തീർന്നു എന്ന് എഴുതി തള്ളാൻ വരട്ടെ, അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഡിബ്രൂവിനെ കഴിഞ്ഞ മത്സരം കളിച്ചില്ല, പരിക്കിൽ നിന്ന് മോചിതനായ അടുത്ത മത്സരം എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. അതൊരു ഫാക്ടറാണ്. പിന്നെ ഈ ഗോൾഡൻ ജനറേഷനെ പോലെ അത്ര നല്ല ഡിഫൻസ് ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അമേരിക്ക ആണെങ്കിൽ ഫ്രീ കിക്കിൽ നമ്മൾ ഗോൾ അടിച്ച കണ്ടു. ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലും ബെൽജിയത്തിന് വീക്ക്നെസ്സുകളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷെ അത് പരിഹരിച്ച് എതിരാളികളെ തളർത്താൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. എതിരാളികളെ വീക്ക്നെസ്സിന് വേണ്ടി, മിസ്റ്റേക്കിന് വേണ്ടി കാത്തിരുന്നായിരിക്കും കളിക്കണം. ടി11 നല്ല ഫോമിലാണ്. മിഡ്ഫീൽഡിൽ അദ്ദേഹം കളി മെനയുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഔനാഹിക്ക് പരിക്ക് പറ്റിയത് എന്തേരം സീരിയസ് ആണെന്നുള്ളത്, ഒനാനയ്ക്ക് പരിക്ക് പറ്റിയത് എന്തേരം സീരിയസ് ആണെന്നുള്ളതും ഒരു പ്രശ്നമാവും. അപ്പം അതാണ് ബെൽജിയത്തിന്റെ ഒരു ഇത്. അവിടെയും ഫേവറേറ്റ്സ് ആയിട്ട് തോന്നുന്നത് സ്പെയിൻ തന്നെയാണ്. പക്ഷെ ആ കളി ബോറാവരുത് എന്നുള്ളതാണ് പ്രധാന ആഗ്രഹം. എക്സാക്ട്ലി. പോർച്ചുഗലിനെതിരായ മത്സരത്തിൽ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്തു. അടുത്ത മത്സരം വരുന്നത് നോർവേ ഇംഗ്ലണ്ട് തമ്മിലാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അഗ്രസീവ് ആകാൻ സാധ്യതയുള്ള, ഏറ്റവും സ്പീഡി ആയിട്ടുള്ള ഒരു ഗെയിം ആവാൻ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടത്തിന് ചാൻസസ് ഉണ്ട്. അങ്ങനെയാണ് തോന്നേണ്ടത്. എർലിംഗ് ഹാളൻഡിൻ്റെ നോർവേ ഒഡേഗാർഡ് സപ്പോർട്ട്, ഇംഗ്ലണ്ടിൻ്റെ മറുവശത്ത് സൂപ്പർ ഫോമിൽ ഹാരി കെയ്നും. അതൊരു സൂപ്പർ ഗെയിം ആവാൻ സാധ്യതയില്ലേ? ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസ് തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യും നോർവേ? യെസ്, ഫ്രാൻസ് മൊറോക്കോ പോലെ തന്നെ ഇംഗ്ലണ്ട് നോർവേ മത്സരം ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും മികച്ച 2 മത്സരങ്ങൾ ഇതാവാനാണ് സാധ്യത. ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് റൈറ്റ് ബാക്കിലൊക്കെ ചോദ്യചിഹ്നങ്ങളുണ്ട്. ക്വാൻസാക്കി കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയിരുന്നു, ട്രംപ് ഒന്നും ഇല്ലല്ലോ അപ്പീൽ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കളിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. അങ്ങനെ ഉള്ളൊരു സാഹചര്യമുണ്ട് ഡിഫൻസിൽ. അതുപോലെ തന്നെ ഗ്വേഹി കോൺസ പാർട്ണർഷിപ്പ്, ഗ്വേഹി അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. എന്നാൽ പോലും അവിടെയും ചെറിയ ചെറിയ വിള്ളലുകളുണ്ട്. ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും അത്ര സോർട്ടഡ് അല്ല. നിക്കോ ഒറേലിയും അതുപോലെ ജഡ് സ്പെൻസർ റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിലും ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി പോരായ്മകളുണ്ട്. എന്തുകൊണ്ട് ട്രെൻഡിനെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു ചോദ്യമായി. എവിടെയെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്നത് അതായിരിക്കും തുഷേലിന്റെ മുമ്പിൽ. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിലാണ് ചോദിച്ചിരുന്നത്. മെക്സിക്കോ ചെലുത്തിയ സമ്മർദ്ദം നിസ്സാരമൊന്നും ആയിരുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രതിരോധിച്ചു നിന്നു. പിക്ഫോർഡ് ചില നല്ല സേവുകളൊക്കെ നടത്തി. പിക്ഫോർഡിൽ ഇത് പൊതുവേ ഒരു മിസ്റ്റേക്ക് എപ്പോഴും വരും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. അറ്റാക്കിലാണെങ്കിൽ കെയ്ൻ, ബെല്ലിംഗ്ഹാം, കഴിഞ്ഞ മത്സരം നോക്കുവാണെങ്കിൽ ഗോർഡൻ, ഇവർ 3 പേരും സോർട്ടഡ് ആണ്, മനോഹരമായി കളിക്കുന്നു. ഹാരി കെയ്ൻ എന്ന ഫിനിഷർ, നമ്മൾ പെനാൽറ്റിയുടെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോകകപ്പിൽ ഇത്ര മനോഹരമായി പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്ന വേറൊരു താരമില്ല. 7 പെനാൽറ്റി അടിച്ചതിൽ 6 പെനാൽറ്റി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് ഒത്തിരി അധികം താരങ്ങൾ പെനാൽറ്റി മിസ് ചെയ്യുന്നു. അതിന്റെ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. അവിടെയാണ് ഹാരി കെയ്ൻ വ്യത്യസ്തനാവുന്നത്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് 2 പെനാൽറ്റി കിട്ടിയത് ഒരെണ്ണം അടിക്കാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം മിസ്സാക്കിയ ഒരു പെനാൽറ്റി കഴിഞ്ഞ ലോകകപ്പിന്റെ 2022. അപ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹത്തെ അലട്ടും. ഇത്തവണ ഈ ഒരു കടമ്പ മറികടക്കേണ്ടത് ഹാരി കെയ്ന്റെ ഉത്തരവാദിത്തമാണ്. ഹാരി കെയ്ൻ അതൊരു അസാമാന്യ സീസണാണ് ബയേണിന് വേണ്ടി കഴിഞ്ഞു പോയത്. എനിക്ക് തോന്നുന്നു 81 ഗോൾ കോൺട്രിബ്യൂഷനായി മൊത്തം ക്ലബ് ആൻഡ് കൺട്രിക്ക് വേണ്ടി. അപ്പൊ അതുപോലെ ഒരു സീസൺ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 21ാം നൂറ്റാണ്ടിൽ നോക്കുവാണെങ്കിൽ ലിയോണൽ മെസ്സി മാത്രമാണ് 91 ഗോൾ അടിച്ച ആ ഒരു സീസൺ മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതുപോലത്തെ ഒരു സീസണാണ് ഹാരി കെയ്ന്. അപ്പൊ ഇത്തവണ ഇംഗ്ലണ്ടിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹാരി കെയ്ന് ബാലൻഡോറും നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഹാരി കെയ്ൻ ഫാനാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു നമ്പർ 9, നമ്പർ 10 റോൾ രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കളിക്കാർ ഇപ്പോൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാരി കെയ്ൻ ബെല്ലിംഗ്ഹാം കോമ്പിനേഷൻ അതാണ് ഇംഗ്ലണ്ടിന്റെ തുറുപ്പ് ചീട്ട്. മിഡ്ഫീൽഡിൽ ഡെക്ലാൻ റൈസ് നന്നായി കളിക്കുന്നുണ്ട്. അദ്ദേഹം നന്നായി മിഡും അറ്റാക്കിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ റൈറ്റ് ബാക്കിൽ കളിപ്പിക്കണമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം നോർവേ നന്നായിട്ട് ഫ്ലാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോർവേയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഹാലൻഡിന്റെ ഫിനിഷ് പറഞ്ഞു, ഒഡേഗാർഡിന്റെ ക്രിയേറ്റിവിറ്റി പറഞ്ഞു. അത് രണ്ടും ഒരു പ്രധാന ആയുധം തന്നെയാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ എന്നെ ഇംപ്രസ് ചെയ്ത് ബ്രസീലിന് പന്ത് കാണാൻ കൊടുത്തില്ല അവർ. ഇംഗ്ലണ്ടിനും മെക്സിക്കോക്കെതിരെ പന്തില്ലായിരുന്നു എന്ന് ഓർക്കുക, പൊസഷൻ കുറവായിരുന്നു. അപ്പോൾ പാട്രിക് ബെർഗും സാൻഡെബെർഗും ഓഡേഗാർഡും ചേർന്ന് നന്നായിട്ട് തന്നെ പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്തു, നന്നായിട്ട് അവരുടെ കളി മെനഞ്ഞു. അത് നോർവേക്ക് ഒത്തിരി ബൂസ്റ്റ് ചെയ്യും. ഒരു ടീം ഗെയിമാണ് നോർവേ പുറപ്പെടുവിച്ചത്. അതിന് ഫിനിഷിംഗ് ടച്ച് ഹാലൻഡ് നൽകി. ക്രെഡിറ്റ് മുഴുവൻ ഹാലൻഡിൽ പോകുമെങ്കിലും എതിരാളികൾ ഒരിക്കലും ഹാലൻഡിൽ മാത്രമായി ഫോക്കസ് ഒതുക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല മികച്ചൊരു പോരാട്ടമായിരിക്കും. സാധ്യതകൾ കൂടുതലും കൽപ്പിക്കുന്ന ഇംഗ്ലണ്ടിന് തന്നെയാണ്. പക്ഷെ നോർവേയുടെ ഗോൾ കീപ്പർ നീലൻ നല്ല അടിപൊളി ഫോമിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. പെനാൽറ്റി അടക്കം നിരവധി സേവുകൾ നടത്തി. എന്നാലും ഹാരി കെയ്ന്റെ ക്ലാസും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ആ ഒരു റണ്ണുകളും അതുപോലെ ഫിനിഷിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ ഇംഗ്ലണ്ടിന് നേരിയ മുൻതൂക്കമുണ്ട്. ഇംഗ്ലണ്ടിന്റെ നേരിയ മുൻതൂക്കം. ഇനിയാണ് അവസാന മത്സരത്തിലേക്ക് എത്തുന്നത്. അവിടെ
അർജന്റീന സ്വിറ്റ്സർലൻഡ്. അർജന്റീന ഈ കഴിഞ്ഞ മത്സരത്തിൽ രാത്രിയിൽ അതിന്റെ ചർച്ചകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജന്റീന മാത്രമാണ് മൊത്തം റഫറിങ്, ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ അതിൽ. രാവിലെ നമ്മൾ സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് അർജന്റീന ഈ 78ാമത്തെ മിനിറ്റിൽ ഒരു ഗോളിലൂടെ ഈജിപ്തിനെ എതിരെ ഗോൾ നേടുന്നു. പിന്നീടുള്ള ഒരു പോരാട്ടം. അപ്പോൾ അതിനുശേഷമുള്ള അവരുടെ ഒരു ആഘോഷ പ്രകടനം ഇമോഷണൽ ആകുന്നു, വൈകാരികമാകുന്നു. ടീം ഡ്രസ്സിംഗ് റൂമിലെ വലിയ ആഘോഷം, ഒരു ലോകകപ്പ് ജയിച്ച മട്ടിലുള്ള പ്രകടനമൊക്കെയാണ് അർജന്റീനയുടെ ടീം അംഗങ്ങൾ നടത്തിയത്. അതിനുള്ള കാരണം അത്രമാത്രം പൊരുതി നേടിയതുകൊണ്ടാകാം. എനിവേ, സ്വിറ്റ്സർലൻഡിനെതിരെ അർജന്റീന, അത് ഒരുപക്ഷെ ഈ ക്വാർട്ടറിലെ ഏറ്റവും അർജന്റീനയ്ക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള എതിരാളിയല്ലേ സ്വിറ്റ്സർലൻഡ്? ഏറ്റവും എളുപ്പമുള്ള എതിരാളികളാണെന്നാണ് ഒരു കടലാസിലെ വിലയിരുത്തൽ. സ്വിറ്റ്സർലൻഡിന്റെ പക്ഷേ പ്രതിരോധത്തെ നമുക്ക് എഴുതള്ളാൻ പറ്റില്ല. അവർ ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും കളിക്കുക. നമ്മൾ കഴിഞ്ഞ 2 മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 32ലും റൗണ്ട് ഓഫ് 16ലും ക്ലീൻ ഷീറ്റ് നിലനിർത്തി വന്ന ഒരു ടീമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അവരുടെ പ്രതിരോധം, അതിന് ഗ്രാനിറ്റ് സാക്കയെ പോലെ മിഡ്ഫീൽഡിൽ നയിക്കുന്ന നായകൻ കൊടുക്കുന്ന സപ്പോർട്ട്, അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. സ്വിറ്റ്സർലൻഡ് അപ്പോൾ എങ്ങനെയാണ് അർജന്റീനയെ പോലെ ഒരു ടീമിനെ മെരുക്കുക? ഒരുപക്ഷെ അവർ ഇതുവരെ നേരിട്ട ചലഞ്ചസ് വെച്ച് നോക്കുമ്പോൾ അതെല്ലാം മൾട്ടി ഡയമെൻഷനിലായിരുന്നു. അർജന്റീനയുടെ ഒരു പ്രധാന പ്രശ്നം ഒരു സിംഗിൾ ഡയമെൻഷണൽ ടീമാണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരും. അറ്റാക്കിന് വൈവിധ്യമുണ്ടോ? അവിടെയാണ് ശരിക്കും സ്വിറ്റ്സർലൻഡിന് വേണമെങ്കിൽ പ്രതിരോധിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയും കടന്നു വരുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോയാൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ കഴിഞ്ഞ ലോകകപ്പിലെ ഹീറോ എമി മാർട്ടിനസ് ആണ് ഇപ്പോഴും അർജന്റീനയുടെ ഉള്ളതെന്ന് പറഞ്ഞാലും എമി മാർട്ടിനസ് പഴയ എമി മാർട്ടിനസ് അല്ല. അദ്ദേഹം ഈ ലോകകപ്പിൽ അർജന്റീന വഴങ്ങിയ ഗോളുകളൊക്കെ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ നോക്കുവാണെങ്കിൽ 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 2 ഗോളായി. അപ്പം എമി മാർട്ടിനസിന്റെ ഒരു സേവ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് റീഡ് ചെയ്ത് ആ അവസരം നിഷ്പ്രഭമാക്കുന്നത്, നിർവീര്യമാക്കുന്നത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. പക്ഷെ സ്വിറ്റ്സർലൻഡിന് ആര് ഗോൾ അടിക്കും? ജൊഹാൻ മൻസാംബി എന്ന അവരുടെ ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ ഇഞ്ചേർഡാണ്, കഴിഞ്ഞ മത്സരം കളിച്ചിരുന്നില്ല. ഇനി അടുത്തതിന് മുമ്പായിട്ട് റെഡി ആവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ക്വാർട്ടർ ഫൈനലിന് മുമ്പായി സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വിറ്റ്സർലൻഡ് ആരാധകർ പ്രതീക്ഷയിലായിരിക്കും. അവരുടെ ഈ സമീപകാലത്തെ 7 ദശാബ്ദമായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ മത്സരമാണ്. ആദ്യമായിട്ടാണ് 1954 ശേഷം അവർ ക്വാർട്ടറിൽ എത്തുന്നത്. ഫിഫയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ് നമുക്കറിയാം. പണ്ടൊക്കെ സ്വിറ്റ്സർലൻഡ് ഒരു ഫോഴ്സ് ആയിരുന്നു. ആദ്യത്തെ തുടക്കകാലത്ത് 3 തവണ അവർ ക്വാർട്ടറിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഇത്രയും കാലതാമസത്തിന് ശേഷമാണ് അവർ ക്വാർട്ടർ വരെ എത്തുന്നത്. എന്നാൽ അവർ ആ വന്ന വഴിയിൽ അവർക്ക് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അത് അവർ അതിജീവിച്ചു. അതുപോലെ അർജന്റീന എന്ന ചലഞ്ചും അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ മുമ്പിലെ ചോദ്യം. അതിന് കൂടുതലും സെൻട്രൽ ആയിട്ട് വരുന്ന അറ്റാക്കുകൾ, ഹാഫ് സ്പേസുകളൊക്കെ ബ്ലോക്ക് ചെയ്യുക, റണ്ണ് കൃത്യമായി മാർക്ക് ചെയ്യുക, അതിനൊക്കെ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡ് അതിനൊക്കെ സജ്ജരായിരിക്കും. ഇനി മറുവശത്ത് മെസ്സി എന്ന അധികായനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാലും കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇനി വേണമെങ്കിൽ അലക്സിസ് മക്കലിസ്റ്ററിനോട് പെനാൽറ്റി എടുക്കാൻ ആവശ്യപ്പെടാം. ഒരു 8 പെനാൽറ്റിയിൽ 4 പാഴാക്കിയ സ്ഥിതിക്കും മക്കലിസ്റ്ററിന്റെ ഒരു പെനാൽറ്റി റെക്കോർഡ് നോക്കുവാണെങ്കിൽ 12ൽ 11 അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ക്ലബ് ആൻഡ് കൺട്രി റീസെന്റ് ടൈംസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെനാൽറ്റി ടേക്കർ അവിടെ ഉള്ളപ്പോൾ ആ ഓപ്ഷൻ എടുക്കാം എന്നും വേണമെങ്കിൽ അർജന്റീനയ്ക്ക് ചിന്തിക്കാം. കാരണം എല്ലാ കളിയിലും പെനാൽറ്റി കിട്ടുന്നുണ്ടല്ലോ. ഈ സമീപകാലത്തെ നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം പെനാൽറ്റി കിട്ടുന്നതും അർജന്റീനയ്ക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു ആയുധമാണ്, സെറ്റ് പീസാണ്. പിന്നെ അവർക്ക് എതിരെയുള്ള ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അർജന്റീനയുടെ മൊത്തത്തിലുള്ള ഗെയിം നോക്കുകയാണെങ്കിൽ വിങ്ങുകളിൽ കൂടെ കുറച്ചുകൂടി ആക്രമിക്കണം. കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് ക്രോസ് ഒക്കെ വരുന്നത് കണ്ടു, ഒരു സന്തോഷമുള്ള വാർത്തയാണ്. എന്നാൽ സ്കലോനിയുടെ തന്ത്രങ്ങൾ ഒരിക്കലും നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മത്സരത്തിൽ അദ്ദേഹം എന്താവും കരുതി വെച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ഈ മത്സരത്തിൽ അദ്ദേഹം വിങ്ങുകളിൽ കൂടെ ആക്രമിക്കാൻ തീരുമാനിക്കും. കാരണം എതിരാളികൾ ഇതാണല്ലോ പ്രതീക്ഷിക്കുന്നത്. സ്കലോണിയെ ആയിട്ട് ഒരു കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു മാനേജർ എനിക്ക് പലപ്പോഴും തോന്നിയത് കാർലോ ആഞ്ചലോട്ടി ആണെന്നാണ്. ആഞ്ചലോട്ടി ഇതുപോലെയാണ്, എതിരാളികൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മെനയും, സൂപ്പർ സ്റ്റാറുകളെ നന്നായി ഹാൻഡിൽ ചെയ്യും, ഈഗോയെ ഹാൻഡിൽ ചെയ്യും. അദ്ദേഹം എന്ത് മാറ്റമാണ്, എന്ത് ലൈനപ്പാണ് ഇറക്കുന്നത്, നമ്മൾ ലൈനപ്പ് കാണുമ്പോൾ ഇത് എന്ത് ലൈനപ്പാണെന്ന് തോന്നും, അല്ലെങ്കിൽ ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നും. അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് സമീപകാലത്തായിട്ട് സ്കലോണിയെ കുറിച്ചുള്ളത്. അത് ഞാൻ അത്ര ഡീപ്പായിട്ട് അർജന്റീനയോ സ്കലോണിയോ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ അവരുടെ റിസൾട്ട് ഒക്കെ അപ്ഡേറ്റഡ് ആണ്, അവരുടെ ഗെയിം ഒക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്തയാണ്. എല്ലാ മത്സരവും എല്ലാ മിനിറ്റും ഫ്രണ്ട്ലി അടക്കം പണ്ട് കണ്ടിരുന്ന പോലെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ നിരീക്ഷണത്തിൽ ചിലപ്പോൾ പാളിച്ചകൾ ഉണ്ടാവും. എന്നാൽ അർജന്റീനയുടെ മാനേജറിന് വ്യത്യസ്തമായ തന്ത്രങ്ങൾ മെനയാൻ അറിയാം. അപ്പൊ സ്വിറ്റ്സർലൻഡിനെതിരെ പ്രിപ്പയർഡ് ആയിരിക്കും. മിഡ്ഫീൽഡിൽ കൂടുതലും ബോൾ വെച്ച് കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ആണ് അവർക്കുള്ളത്. അപ്പൊ അത് തന്നെയാണ് അവരുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ മിഡ്ഫീൽഡേഴ്സിന്റെ മൂവ്മെന്റ് പലപ്പോഴും സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന്റെ മൂവ്മെന്റ് വളരെ പ്രെഡിക്റ്റബിൾ ആണ്. അവിടെ ഒരു എക്സ്ട്രാ ഡയമെൻഷൻ കൊണ്ടുവരാൻ ആൻഹൽ ഡിമരിയെ പോലെ ഒരു താരമില്ല, വിങ്ങുകളിൽ കൂടെ ആണെങ്കിൽ പോലും. നിക്കോ ഗോൺസാലസ് ആണ് പലപ്പോഴും ബെഞ്ചിൽ നിന്ന് പുതിയൊരു ഊർജ്ജം നൽകുന്നത്. അവസാന മിനിറ്റുകളിൽ അർജന്റീന തിരിച്ചടിക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്.
ഡിഫൻസിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാക്ക് പാർട്ണർഷിപ്പാണ് ക്രിസ്ത്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും. ഒട്ടമെൻഡി ഉണ്ടായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ. പക്ഷെ ഒട്ടമെൻഡി റൊമേറോ പാർട്ണർഷിപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അഗ്രസീവ് ഡിഫൻഡേഴ്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ഒരാൾ കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുക, ഒരാൾ അഗ്രസീവ് ആകുമ്പോഴാണ് ആ ബാലൻസ് വരുന്നത്. അതാണ് ഇപ്പോൾ ലിസാൻഡ്രോ റൊമേറോ പാർട്ണർഷിപ്പിൽ വരുന്നത്. പിന്നെ റൊമേറോയെ നന്നായി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സ്കാലോണി. മിക്ക മത്സരങ്ങളെയും നോക്കുവാണെങ്കിൽ കളി സീൽ ചെയ്തു ലീഡായി എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്കാലോണി അപ്പോൾ റൊമേറോ പിൻവലിച്ച് ഒട്ടമെൻഡിയെ കൊണ്ടുവരും. കാരണം റൊമേറോയെ ചൊടിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ഫാക്ടർ ആയേക്കാം. 2002 ഇംഗ്ലണ്ടിന് റെഡ് കാർഡ് കിട്ടി അവരുടെ വേൾഡ് കപ്പ് സാധ്യതകളൊക്കെ പോയത് ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയെ പോലെ ഒരു നല്ലൊരു കളിക്കാരൻ ഉണ്ടായിട്ടും പക്ഷെ അവർക്ക് കളി ജയിക്കാൻ പറ്റാതെ പോയത് അവരുടെ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തവണ അത് ബാധിക്കരുതെന്ന് സ്കലോണിക്ക് നിർബന്ധമുണ്ട്. അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കും സ്കലോണിയുടെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്. ഓക്കെ, താങ്ക് യു ജോസഫ് ഫോർ ജോയിനിങ്. എന്നാലും എല്ലാ ക്വാർട്ടർ ഫൈനലിനെ പറ്റി വിശദമായി തന്നെ ജോസഫ് പ്രതീക്ഷകൾ പങ്കുവച്ചു. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ജോയിനിങ് അസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.